ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 2 ആണ്. ഓക്കെ, ഈ വീഡിയോയിൽ മാക്സിമം നമ്മൾ ഒരു ആക്ടിവിറ്റിയും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗ് മിക്കവാറും വരാൻ ചാൻസ് ഉള്ള ഒരു ഇത് തന്നെയാണ്. സോ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര്, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും പേര്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് ഞാൻ DOB എന്ന് ചുരുക്കി കൊടുത്തിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് അത് എഴുതണം. ഓക്കെ, ഈ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തെറ്റും. അത് കഴിഞ്ഞിട്ട് ബർത്ത് പ്ലേസ് ജനിച്ച സ്ഥലമാണ്. അത് കഴിഞ്ഞ് പ്രൊഫഷൻ, ആൾ ചെയ്യുന്ന വർക്ക്സ്, ജോലികൾ, ആളുടെ നില, പ്രൊഫഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നെയിം ഓഫ് ഫാദർ, അച്ഛൻ്റെ പേരാണ് അവിടെ. നെയിം ഓഫ് ഫാദർ, അച്ഛൻ്റെ പേര്. ഓക്കെ, അടുത്തത് നെയിം ഓഫ് മദർ, അമ്മയുടെ പേര്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളത് നോട്ടബിൾ വർക്ക്സ് ആണ്. നോട്ടബിൾ വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ചെയ്തിട്ടുള്ള പ്രധാന കൃതികൾ അല്ലെങ്കിൽ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ള ജോലികൾ, കണ്ടുപിടുത്തങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. നോട്ടബിൾ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ മെഡലുകളും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഡേറ്റ് ഓഫ് ഡെത്തും. അടുത്തതായിട്ട് നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോണത്. ഫസ്റ്റ് തന്നെ എന്താ പറയുക, ആൾക്ക് ഒരു രോഗം പിടിപെട്ട ആളാണെന്ന് നമുക്കറിയാം. ആളുടെ രോഗത്തിൻ്റെ പേര് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നാണ്. കുറച്ച് വലിയ പേരാണ്, എന്നാലും സാരമില്ല. ഓക്കെ, ഈ ഒരു അസുഖം കാരണം ബ്രെയിനിലെ സെൽസിനെയും എന്താ പറയുക, സ്പൈനൽ കോഡിലെ സെൽസിനെയും നശിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നെയിം സ്റ്റീഫൻ ഹോക്കിങ്സ്. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് 8 ജാനുവരി 1942 അതായത് 8 ജാനുവരി 1942. ഓക്കെ, ഇനി ബർത്ത് പ്ലേസ് ആണ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് നമുക്ക് എഴുതാം ബർത്ത് പ്ലേസ്. ഇനി നെയിം ഓഫ് ഫാദർ ഫ്രാങ്ക് ഹോക്കിംഗ് എന്നാണ് ഫാദറിൻ്റെ പേര്. നെയിം ഓഫ് മദർ ഇസബെൽ ഹോക്കിങ്സ്. ഓക്കെ, ഇനി പ്രൊഫഷൻ വന്നിട്ട് കോസ്മോളജിസ്റ്റ് ആണ്, മാത്തമെറ്റീഷ്യൻ ആണ്, ആസ്ട്രോഫിസിസിസ്റ്റ് ആണ്, മാത്രമല്ല ഒരു ആക്ടറും കൂടിയാണ് ആള്. ഓക്കെ, ഇനി നോട്ടബിൾ വർക്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഉള്ള കണ്ടുപിടുത്തങ്ങൾ. ഓക്കെ, ദ ബ്ലാക്ക് ഹോൾ തിയറി. ഓക്കെ, അതായത് നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന താമോഗർത്തങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു തിയറി. പിന്നെ ഉള്ളത് കോസ്മിക് ഇത്രയും മാത്രമല്ല, കോസ്മിക് ഇൻഫ്ലേഷൻ തിയറിയും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും പറഞ്ഞു തീരാവുന്ന ഒരാളല്ല സ്റ്റീഫൻ ഹോക്കിംഗ്. ഒരുപാട് തിയറികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നോട്ടബിൾ പ്രൈസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസീവ്ഡ് മെനി അവാർഡ്സ് എന്താണ്, ഒരുപാട് അവാർഡുകൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഇൻ 2009 2009 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു മെഡലും കിട്ടിയിട്ടുണ്ട്. ദ ബിഗ്ഗസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ USA ഏറ്റവും വലിയ സിവിലിയൻ അവാർഡാണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് 14/3/18 ആണ്. അതായത് 14 മാർച്ച് 2018 അദ്ദേഹം മരിക്കുന്നത്. ഇനി നമുക്കിത് അദ്ദേഹത്തിനെ പറ്റി ചെറിയൊരു നോട്ട് നോക്കാം. ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനാണ്. നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ രൂപം കൊള്ളുന്ന താമോഗർത്തങ്ങളെ അഥവാ ബ്ലാക്ക് ഹോൾ തിയറി
വിവരങ്ങളിൽ പലതും ഇദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലങ്ങളാണ്. ഓക്കെ. അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന ബാധിതനായിരുന്നു. ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും സെൽസിനെ നശിപ്പിക്കുന്ന രോഗമാണ് അദ്ദേഹത്തിൻ്റെ രോഗം. ആ രോഗബാധിതനായിക്കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഗവേഷണങ്ങളും നടത്തിയത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.